അങ്ങനെ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അത് താൻ അറിയണ്ട. അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. തന്റെ ഉണ്ടില്ല, തന്തയില്ലാതെ കുറച്ച് പൂവിലോട്ട് പൊട്ടി വരുമോ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഷാഫി. ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലേ. റിപ്പോർട്ട് ചാനലൊക്കെ അതിനെക്കുറിച്ചുള്ള സ്ക്രീൻഷോട്ടുകളും വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തോട്ട് വിടുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു, ഏത് സമയത്താണ് ഇത് പുറത്തോട്ട് വരുന്നത്? രാഹുൽ ഗാന്ധി വളരെ വലിയൊരു തെളിവുകളുമായിട്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ വരുന്നു. അത് ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയ കൂടെ അദ്ദേഹത്തിന് വലിയ പിന്തുണ കിട്ടുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നു അല്ലേ. അതിന്റെ ആ ഒരു പ്രതിഷേധം എന്നോണം കേരളത്തിലും നാളെ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ ആരംഭിക്കാമോ, 17 ദിവസത്തെ. അതിനെതിരെ ശക്തമായിട്ടുള്ള മുന്നോട്ടുള്ള ആ പോക്കിലാണ് ഈ ഒരു രാഹുലിന്റെ ഈ ഒരു വാർത്ത വരുന്നത്. ഇനി ആ ഒരു പെണ്ണ് ഉന്നയിക്കുന്ന പല കാര്യങ്ങളും എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ടല്ലോ. രാഹുൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ശരി, ഇത് ആ പെണ്ണിന്റെയും കൂടെ സഹകരണത്തോടുകൂടി നടന്നൊരു ഫിസിക്കൽ റിലേഷനിൽ കൂടെയാണല്ലോ ഒരു ഗർഭം ഉണ്ടായിരിക്കുന്നത്. അപ്പം ആ പെൺകുട്ടിയുടെ മുഖവും ഐഡന്റിറ്റി എല്ലാം സേഫ്. രാഹുലിനെ മാത്രം എന്താ പറയുക അറ്റാക്ക് ചെയ്ത് ആക്രമിക്കുക. രാഹുലിന്റെ രാജി ഇപ്പൊ കിട്ടണം. ഇപ്പം തന്നെ ഞാനിപ്പം കുറച്ചു മുമ്പ് കേട്ട വാർത്തയാണ്, രാഹുൽ ആ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ആ ഒരു രാജിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് MLA സ്ഥാനം രാജിവെക്കാനായിരിക്കും പറയുന്നത്. പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ളവർ കാരണം എന്താ പറയുക, വളരെ നല്ല രീതിയിലാണ് രാഹുൽ മുന്നോട്ട് വന്നിട്ടിരിക്കുന്നത് അല്ലേ. കേരള രാഷ്ട്രീയത്തിൽ അടുത്ത എന്താ പറയുന്നത് വലിയൊരു നേതാവായി മാറേണ്ട ഒരാളാണ് രാഹുൽ. അത്രയേറെ കഴിവുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു യുവ നേതാവാണ് അല്ലേ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിന് വേണ്ടി ചെയ്യാനുണ്ടാവും. ഒരുപാട് ചെറുപ്പക്കാരെ അദ്ദേഹത്തിനൊപ്പം നിർത്താനായിട്ട് സാധിക്കും. അതുവഴി കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അദ്ദേഹം ആ ഒരു അധ്യക്ഷ സ്ഥാനമൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഈ ഒരു വാർത്തകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ രാഹുലിനെ ഇത്രയേറെ ആക്രമിക്കേണ്ട എന്താണ് ആവശ്യമുള്ളത് അല്ലേ. രാഹുൽ ആ പെണ്ണിനെ പോയി റേപ്പ് ചെയ്തിട്ടില്ല. ആ പെണ്ണിന് സമ്മതമില്ല, അദ്ദേഹത്തെ കൈവച്ചിട്ടുണ്ടാവില്ല. ഇവര് തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. ന്യായീകരിക്കുക അല്ലെങ്കിൽ പോലും ആ പെണ്ണ് സേഫും ഈ രാഹുൽ മാത്രം ആക്രമിക്കുക, അതാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതും രാഹുൽ ഗാന്ധി ഇത്രയേറെ ഈ ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ ഈ ഒരു വോട്ട് ചോറിന്റെ പേരിൽ വളരെ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോഡിക്കെതിരെ, നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലേ. അപ്പം അതിന് പിന്തുണ കൊടുക്കേണ്ട ഈ സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്ന് ഈ സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, രാഹുൽ ഗാന്ധിയുടെ ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇനി കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇനി ശ്രദ്ധയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ വാർത്തകളൊക്കെ അവർ മാറ്റിവെക്കും, അതിനെ മങ്ങലേൽക്കും. അത് എന്താ പറയുന്നത്, ഒന്നില്ലെങ്കിൽ ആരുടെയൊക്കെ പ്ലാൻ ചെയ്തുള്ള കളിയാണിത് ഈ ഒരു സമയത്ത് ഇത് ഇറക്കിയത്. കാരണം അദ്ദേഹം മത്സരിച്ച സമയത്തൊന്നും ഇത് പുറത്തു വന്നിട്ടില്ല. അപ്പം ഈ ഒരു സമയത്ത് ഇത് കൊണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന്റെ ഈ ഒരു എന്താ വാർത്തകളൊക്കെ ഇതിൽ മുങ്ങിപ്പോകത്തുള്ളൂ എന്ന് കരുതി ആരെങ്കിലും കൊടുത്തൊരു പ്ലാൻ ചെയ്ത് കൊടുത്തൊരു കഥയായിരിക്കും. എന്തായാലും ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഈ റിപ്പോർട്ടർ ചാനൽ ഒരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വിടുന്നുണ്ട്, കേട്ടു നോക്കാം. അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് പറയേണ്ട ആവശ്യമില്ല. അതെന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? കണ്ട, ആ ഒരു കൊച്ച് ആരെ അച്ഛനെന്ന് ചൂണ്ടിക്കാട്ടും. അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ രാഹുലിനായിരിക്കും, നിങ്ങളാണ് അച്ഛനെന്ന് ചൂണ്ടിക്കാട്ടും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. നീ ഇങ്ങനെ എന്താ പറയുന്നത്, അതിൻ്റെ അവർ തമ്മിലുള്ള കുറേ വലിയൊരു കോൺവെർസേഷൻ്റെ ചെറിയൊരു ഭാഗമായിരിക്കും റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും ശരി, ഇത് എന്തായാലും ശരി, പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആണുങ്ങളെ വളരെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്ത് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേടനെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ തന്നെ എന്തുമാത്രം ആരോപണം, അതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ. ഇത് നാളെ കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയ ജീവിതമൊക്കെ ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഇത്രയും ഉണ്ടായിരുന്ന ഹൈപ്പ് കൊടുക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ മാധ്യമങ്ങൾ കുറേ പോയി വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ മാറ്റിവെക്കുവാണ്. ഇത്തരത്തിൽ ആ പെണ്ണ് പരാതി കൊടുക്കാൻ രാഹുലിനോട് പറയുന്നത്, പരാതി കൊടുക്കുവോ രാജിവെക്കുവോ അതെന്തെങ്കിലും ആയിട്ട് ആ പെണ്ണിനെ എന്താ പറയുന്നത് വലിയ റേപ്പ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ആക്രമിക്കുകയൊക്കെ ചെയ്താണെങ്കിൽ ഓക്കെ, രണ്ടുപേരും പരസ്പര സമ്മതത്തോട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യത്തിന് മാത്രം ഈ രാഹുൽ ഇത്രയേറെ ആക്രമിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരിക്കലും ഭൂഷണമല്ല. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ടുവന്ന് ആ ഒരു രാഹുൽ ഗാന്ധിയുടെ ആ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ മറച്ച് കഴിഞ്ഞ് ഇത് എന്താ പറയുന്നത്, സംഘികളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ വലിയൊരു കളിയായിരിക്കും ഇതിനകത്ത് നടന്നിട്ടുണ്ടാവുക. എന്തായാലും ശരി, ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത്ര ഒരുപാട് ആരോപണമല്ല വരുന്നത്. ഇപ്പം എത്ര പേർക്കെതിരെ ഇതൊക്കെ നടക്കുന്നത്, അവരെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കും, പിന്നെ ഒരിക്കലും അവരെ കാണാൻ പറ്റത്തില്ല. ഇനി അവർ നാളെ ഇത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കും?
സത്യമാണെന്ന് തെളിഞ്ഞെങ്കിൽ ഓക്കെ, ഇതൊക്കെ കാര്യങ്ങൾ അവരെ പറ്റിച്ചു, ഇല്ലെങ്കിൽ അവരെ അപകടപ്പെടുത്തി, അവരെ അപായപ്പെടുത്തി, ഇല്ലെങ്കിൽ അവരോട് എന്താ പറയുക നിർബന്ധിച്ച് ആ ഒരു ഗർഭചിത്രം നടത്തിയൊക്കെ ഓക്കെ, ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ ഓക്കെ, ഇതിനൊക്കെ നമുക്ക് അവരൊരു രാജ്യം ആവശ്യപ്പെടാം, ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയാം. പക്ഷെ അല്ലാതെ ഇത്രയും ഒരു ആരോപണം വന്നുടനെ ഇതിനെ ഇത്രയേറെ ആക്രമിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല.